ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ആഗ്രയിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം ഇവിടെയാണ് കേട്ടോ. വളരെ നല്ലൊരു റൂമാണ്. ഇതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന റൂം. നല്ല റൂമാണ്. AC കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, TV ഉണ്ട്, വൈഫൈ എല്ലാം ഓക്കെയാണ്. താഴെ നമ്മുടെ വണ്ടി കിടപ്പുണ്ട്. ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. Depend of you, 1 hour, 1.5 hour, 2 hour, depend of you. Time, 1 hour, we manage everything with you same time, no problem. So just, sir, just you follow me. You support me, I support you. Just don't take to shopping like this. Now like we this. are going together in the electric car. Yes. Together. The entire group. Yes. How much you are expecting? Sir, Paid fee from yes, my place, guide rate, both place, 1200 rupees. So no one point. You will be group happy, then you give me money. If you are no happy, don't pay any. 1,200 rupees. Yes, Your fee. yes. Historical monument. No, sir, we get only one number full day. Time depend of you. Because we are here 500 guide. The Tat ruler in India. First Mughal India is named Babur. Second Humayun. Tat is Akbar. And Akbar had 3 wives. Different religion. One Hindu, one Muslim, one Christian. Hindu wife named Jodha Bai. She come from India, Rajasthan Sultana. She wife come from Turkey. Christian wife named Mariam. She come from Goa, like a Portuguese. Akbar 3 wife, no children, no child. Akbar come this city 1569 and Jahangir son Shahjahan who made Taj Mahal, same family. So this palace before Taj Mahal. 1570 start monument and 1582 complete, like a 12 years. He took all places. King Akbar living this city total 16 years because no water. So he's removed this city is going Agra. Now he's making Agra fort. So we are going to Fatehpur Sikri. We hire from there's a government golf car. They take you there also. So who's main? ₹100 आदमी का खर्चा दे. भाई साहब डीलर से क्या पैसे दे. ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് ഫത്തേപൂർ സിക്രി എന്ന സ്ഥലത്തിലോട്ടാണ് ഞങ്ങൾ പോകുന്നത്. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിലെ ഒരു പട്ടണമാണ് ഫത്തേപൂർ സിക്രി. 1573 അക്ബറിൻ്റെ വിജയകരമായ ഗുജറാത്ത് പ്രചാരണത്തിന് ശേഷം ഈ നഗരം ഫത്തേപൂർ സിക്രി അഥവാ വിജയനഗരം എന്നറിയപ്പെട്ടു. 1803 ആഗ്ര പിടിച്ചെടുക്കിയതിന് ശേഷം ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ ഒരു ഭരണകേന്ദ്രം സ്ഥാപിക്കുകയും 1850 വരെ അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്തു. മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമെന്ന നിലയിൽ അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും മികച്ച വാസ്തുവിദ്യയും കാരണം ഫത്തേപൂർ സിക്രി 1986 യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥാനത്തിൻ്റെ പദവി നേടി. അക്ബർ ചക്രവർത്തിയാണ് ഫത്തേപൂർ സിക്രി മുഗൾ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായി സ്ഥാപിച്ചത്. 1571 മുതൽ 1585 വരെ അദ്ദേഹം ഈ പങ്ക് വഹിച്ചു.
ഫത്തേപൂർ സിക്രി 3 കിലോമീറ്റർ നീളവും 1 കിലോമീറ്റർ വീതിയുമുള്ള ഒരു പാറക്കെട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. കൊട്ടാര നഗരം 3 വശങ്ങളിലായി 6 കിലോമീറ്റർ മതിലിനാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നാലാമത്തേത് ഒരു തടാകത്താൽ അതിർത്തി പങ്കിടുന്നു. 40 മീറ്റർ ഉയരമുള്ള ഈ കുന്നിന് ചുറ്റും നഗരം പൊതുവെ ക്രമീകരിച്ചിരിക്കുന്നു. ഏകദേശം ഒരു റോംബസിൻ്റെ ആകൃതിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. ബൈ.